പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്ററിന്റെ 1ാമത്തെ വീഡിയോയിലേക്കാണ് പോകുന്നത്. മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. നമ്മളെ ക്രിക്കറ്റ് കളിയൊക്കെ തുടങ്ങുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കോയിൻ ടോസ് ചെയ്യും അല്ലേ? ഫീൽഡിങ് ആണോ ബാറ്റിംഗ് ആണോ വേണ്ടത്? 2 ക്യാപ്റ്റന്മാരെ വിളിച്ച് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു കോയിൻ ടോസ് ചെയ്യും. എന്തുകൊണ്ടായിരിക്കും കോയിൻ ടോസ് ചെയ്യണത്? കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഏതൊക്കെ ഓപ്ഷൻസ് വരാം? ഒന്നുകിൽ ഹെഡ് വരും, ടെയിൽ വരും. 2 ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ ഹെഡ് വീഴാനും ടെയിൽ വീഴാനും ഒരേ സാധ്യതയാണ്. അതുകൊണ്ടാണ് കോയിൻ ടോസ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ദി പോസിബിൾ ഔട്ട്കംസ് ആർ ഹെഡ് ആർ ടെയിൽ. ഇനി ഹെഡ് വരാനുള്ള നമുക്ക് നമ്പർ ഉപയോഗിച്ചാൽ സൂചിപ്പിക്കുകയാണെങ്കിലോ, ആകെ 2 ഓപ്ഷൻസ്, ഹെഡ് ഓർ ടെയിൽ. ഔട്ട് ഓഫ് ദാറ്റ് 1 ഈസ് ഹെഡ്. അപ്പോൾ ഹെഡ് വരാനുള്ള പോസിബിലിറ്റി നമുക്ക് 1/2 എടുക്കാം അല്ലേ? അതുപോലെ ചാൻസ് ഓഫ് ഗെറ്റിംഗ് ടെയിൽ വരാനുള്ള പോസിബിലിറ്റിയും 1/2. അപ്പൊ രണ്ടും 1/2. അതായത് നമ്പർ ഉപയോഗിച്ചത് അതിന്റെ പ്രോബബിലിറ്റി, എന്ന് പറയുന്ന പ്രോബബിലിറ്റി എന്നാണ്. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഹെഡ് ഈസ് ഈക്വൽ ടു 1/2. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ടെയിൽ ഈസ് ഈക്വൽ ടു 1/2. ക്ലിയർ ആയോ? അപ്പൊ ഇതിന് പകരം ഒരു ഇങ്ങനെ എടുക്കാതെ വിചാരിക്കുക. ഒരു ബോക്സിനകത്ത് ഒരേപോലെയുള്ള 5 റെഡ് ബോളും 5 ഗ്രീൻ ബോളും വെച്ചിട്ടുണ്ട്. 5 റെഡ് ബോളും 5 ബ്ലാക്ക് ബോളും ഒരു ബോക്സിനകത്ത്. അതിനുശേഷം അത് ഷഫിൾ ചെയ്തിട്ട് 2 ക്യാപ്റ്റന്മാരോടും ഓരോന്ന് എടുക്കാൻ പറയുക. അപ്പോഴോ അവിടെയും ടോട്ടൽ എത്ര ബോൾസ് ഉണ്ട്? ടോട്ടൽ there are 10 balls. Out of that, how many are red? Red 5. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് റെഡ് ഓർ ചാൻസ് ഓഫ് ഗെറ്റിംഗ് റെഡ് ബോൾ എന്ന് പറയുന്നത് 5 out of 10. Total there are 10 balls. Out of that 5 are black. So probability of getting a black ball is probability of getting a red ball is 5/10. Probability of getting black ball അത് തന്നെ 5/10 തന്നെയാണ്. Probability of getting a black ball is 5/10. Probability of getting a red ball is also 5/10. രണ്ടും 1/2 ആണ്. അപ്പോൾ ഒരേ എഫക്റ്റ് തന്നെയാണ് അല്ലേ? കോയിൻ ടോസ് ചെയ്യണതിന് പകരം നമുക്ക് വേണ്ടി ഇങ്ങനെയുള്ള എക്സാമ്പിൾസ് കൊടുക്കാം. ക്ലിയർ അല്ലേ? അപ്പോൾ പ്രോബബിലിറ്റി എന്താണെന്നുള്ളതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ 2 എക്സാമ്പിൾസ് ആണ് ഇപ്പോൾ ഇവിടെ കണ്ടത്. വേറൊരു എക്സാമ്പിളിലേക്ക് നോക്കാം. സപ്പോസ് ഫസ്റ്റ് ബോക്സ് കണ്ടെയ്ൻ 6 ബ്ലാക്ക് ആൻഡ് 5 റെഡ്. ഒരു ഒന്നാമത്തെ ബോക്സിൽ 5 ബ്ലാക്ക് ബോളും 6 റെഡ് ബോളും ഉണ്ട്. 5 റെഡ് ബോളും ഉണ്ട്. രണ്ടാമത്തെ ബോക്സിൽ 5 ബ്ലാക്ക് ബോൾസും 4 റെഡ് ബോൾസും ഉണ്ട്. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ബ്ലാക്ക് ബോൾ ഫ്രം വിച്ച് ബോക്സ് ഈസ് മോർ? ഏത് ബോക്സിൽ നിന്ന് ബ്ലാക്ക് ബോൾ കിട്ടാനുള്ള പ്രോബബിലിറ്റിയാണ് കൂടുതൽ? 2 ബോക്സിൽ നിന്ന് ഒരേ ബോൾ എടുക്കുകയാണെങ്കിൽ, ഒന്നാമത്തെ ബോക്സിൽ ബ്ലാക്ക് 6 എണ്ണം ഉണ്ട്, റെഡ് 5 എണ്ണം ഉണ്ട്. രണ്ടാമത്തെ ബോക്സിൽ ബ്ലാക്ക് 5 എണ്ണം ഉണ്ട്, റെഡ് 4 എണ്ണം ഉണ്ട്. ഇതിന് ഓരോ ബോൾ എടുത്തു കഴിഞ്ഞാൽ അത് ബ്ലാക്ക് ആകാനുള്ള സാധ്യത കൂടുതലുള്ളതാണ്. വിച്ച് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ബ്ലാക്ക് ഫ്രം വിച്ച് ബോക്സ് ഈസ് മോർ? ആൻഡ് വാട്ട് അബൌട്ട് റെഡ്? 2 ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നോക്കാം. ആദ്യത്തെ കേസിൽ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ബ്ലാക്ക് ആകെ എത്ര എണ്ണം ഉണ്ട്? 6 × 5 11 ഉണ്ട്. അതിൽ എത്ര എണ്ണം ബ്ലാക്ക് ഉണ്ട്? 6. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ബ്ലാക്ക് ബോൾസ് ബൈ ടോട്ടൽ ബോൾസ്. അപ്പൊ എത്ര കിട്ടാം? 6/11. അതായത് 5 6 11 ഉണ്ട്. അതിൽ 6 എണ്ണമാണ് ബ്ലാക്ക്. അപ്പൊ ബ്ലാക്ക് കിട്ടാനുള്ള ചാൻസ്, അല്ലെങ്കിൽ ചാൻസ് ഓഫ് ഗെറ്റിംഗ് ബ്ലാക്ക് ഓർ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ബ്ലാക്ക് ഈസ് ഈക്വൽ ടു 6/11. അതുപോലെ സെക്കൻഡ് ബോക്സ് ആണെങ്കിലോ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ബ്ലാക്ക് ഫ്രം സെക്കൻഡ് ബോക്സ് എന്ത് വരും? സെക്കൻഡ് ബോക്സിൽ 5 ബ്ലാക്ക് ആണുള്ളത്. ടോട്ടൽ എത്ര എണ്ണം ഉണ്ട്? 5 4 9 എണ്ണം ഉണ്ട്. അപ്പോൾ 9 എണ്ണത്തിൽ 5 എണ്ണം വരാനുള്ള പോസിബിലിറ്റി, അതായത് 5/9. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ബ്ലാക്ക് ഫ്രം ഫസ്റ്റ് ബോക്സ് ഈസ് 6/11. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ബ്ലാക്ക് ഫ്രം സെക്കൻഡ് ബോക്സ് ഈസ് 5/9. വിച്ച് ഈസ് മോർ? അതാണ് നമുക്ക് വേണ്ടത്. ഏതായിരിക്കും കൂടുതൽ? അപ്പോൾ 2 ഫ്രാക്ഷൻസ്, ഇതിനകത്ത് ഏത് ഫ്രാക്ഷൻ ആണ് വലുതെന്ന് നോക്കിയാൽ മതി. ഓക്കെ. അപ്പോൾ ഇത് 6/11 ആണോ 5/9 ആണോ വലുതെന്ന് നോക്കണം. അപ്പൊ നമ്മൾ സാധാരണ ചെയ്യാനെങ്ങനെയാ? ഡിനോമിനേറ്റർ സെയിം ആക്കണം. അപ്പൊ ഡിനോമിനേറ്റർ സെയിം ആക്കണേ എന്ത് വരും? 11 9s are 99. അപ്പൊ ഇതിന്റെ ഡിനോമിനേറ്റർ 99 വരണം, ഇതിന്റെ ഡിനോമിനേറ്റർ 99 വരണം. അപ്പൊ ഇവിടെ 11 എന്നുള്ള 99 ആവാന്ന് പറഞ്ഞാൽ 11 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത്
അപ്പൊ അതേ 9 കൊണ്ട് മുകളിൽ മൾട്ടിപ്ലൈ, അല്ലെങ്കിൽ ഫ്രാക്ഷൻ മാറി പോകില്ലേ? അപ്പൊ 11 9s are 19, അപ്പൊ 6 9s are 54. അപ്പൊ ഇവിടെ 54/99 വരും. ഇതാണെങ്കിലോ 11 കൊണ്ട് മൾട്ടിപ്ലൈ, അപ്പൊ 55 11 into 5 55/99 വരും. അപ്പൊ 55 ഉള്ളതല്ലേ വലുത്. അപ്പോ സെക്കൻഡ്, അതായത് സെക്കൻഡ് ബോക്സ് ഈസ് ബെറ്റർ, കൂടുതലെന്ന് കിട്ടും. അതായത് നമുക്ക് എന്താ എളുപ്പവഴി ഉണ്ട് അതിന്. എളുപ്പവഴി എന്ന് പറയുന്നത് ഈ 9 കൊണ്ട് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 9 into 6 ഈ 9 കൊണ്ട് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 9 into 6 54, 11 into 5 55. അപ്പോൾ ആ 55 ആണ് വലുത്. സോ സെക്കൻഡ് ഫ്രാക്ഷൻ ഈസ് ഗ്രേറ്റർ. അപ്പോൾ 5/9 ആണ് ഗ്രേറ്റർ. സോ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ബ്ലാക്ക് ഫ്രം സെക്കൻഡ് ബോക്സ് ഈസ് ഗ്രേറ്റർ. ക്ലിയർ ആയോ പറഞ്ഞത്? അതായത് ഇവിടുത്തെ ഡിനോമിനേറ്റർ ഉണ്ട്, ഇങ്ങോട്ട് മൾട്ടിപ്ലൈ 9 into 6 54 അവിടെ എഴുതുക. 11 into 5 55, 55 അവിടെ എഴുതുക. അതിൽ വലുത് 55 ആണ്, അതുകൊണ്ട് 5/9 ആണ് വലുത്. ഇപ്പോൾ ഫ്രാക്ഷൻ വലുതാണ് ചെറുതാണെന്ന് നോക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള ഒരു വഴിയാണ് പറഞ്ഞത്. ഓക്കെ, വാട്ട് അബൌട്ട് റെഡ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് റെഡ് ഫ്രം ഫസ്റ്റ് ബോക്സ് എന്തായിരിക്കും? ഫസ്റ്റ് ബോക്സ് എന്തായിരിക്കും? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് റെഡ് ഫ്രം ഫസ്റ്റ് ബോക്സ്, ഫസ്റ്റ് ബോക്സിൽ 5 റെഡ് ആണുള്ളത്, ടോട്ടൽ 11, അതിന് വ്യത്യാസമില്ല. അപ്പൊ 5/11. സെക്കൻഡ് ബോക്സിലോ 4 റെഡ് ആണുള്ളത്, അപ്പൊ 4 ആകെ 9 ആണ്. 5 4 9, അപ്പൊ 4/9. അപ്പൊ ഇവിടെ ഏതാ ഫ്രാക്ഷൻ വലുത് നോക്കിയേ, കണ്ടോ? 5/11 ആണോ 4/9 ആണോ? നമുക്ക് എളുപ്പവഴി നോക്കാം. 9 × 5 45, 11 4 44. അപ്പൊ 44 ഇത്, 45 ഇത്. അപ്പൊ വലുത് ഇതാണ്. അപ്പൊ ഫസ്റ്റ് ബോക്സ് ആണ് എന്നാണ് റെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി കൂടുതൽ. അപ്പോൾ റെഡ് ഫ്രം ഫസ്റ്റ് ഈസ് ബെറ്റർ. അപ്പോൾ രണ്ട് ബോക്സിൽ ഒന്നാമത്തെ കേസിൽ ബ്ലാക്ക് കിട്ടാനുള്ള പ്രോബബിലിറ്റി രണ്ടാമത്തേലാണെങ്കിൽ റെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി ഒന്നാമത്തേലാണ് കൂടുതൽ വരിക. ഓക്കെ, വേറെ ഒരു എക്സാമ്പിളിലേക്ക് പോവാം. ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ആണ്. എ ബോക്സ് കണ്ടെയ്ൻസ് 6 ബ്ലാക്ക് ആൻഡ് 4 വൈറ്റ് ബോൾസ്. If a ball is picked from it, what is the probability that it is a black, it is a white? അപ്പോൾ നോക്കാം, ഒരു ബോക്സ്, അതിൽ 6 ബ്ലാക്ക് ഉണ്ട്, 4 വൈറ്റ് ഉണ്ട്. അപ്പൊ ടോട്ടൽ ബോൾസ് എന്ന് പറയുന്ന 6 4 10 ഉണ്ട്. നമ്പർ ഓഫ് ബ്ലാക്ക് ബോൾസ് 6 ആണുള്ളത്. അപ്പോ if a ball is picked from it, what is the probability that it is black എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ബ്ലാക്ക് ബോൾസ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ്. നമ്പർ ഓഫ് ബ്ലാക്ക് ബോൾസ് 6 ആണ്, ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് 10 ആണ്. അപ്പോൾ 6/10. 6/10 നമുക്ക് സിംപ്ലസ്റ്റ് ഫോമിൽ എഴുതാം. മുകളിലും താഴെയാൻ 2 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 3/5 ഈസ് ദി പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് ബ്ലാക്ക്. ക്ലിയർ ആയോ പറഞ്ഞത്? Then what is the probability of getting a white ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എത്ര വൈറ്റ് ഉണ്ട്? 4 വൈറ്റ് ഉണ്ട്. ടോട്ടൽ എത്ര ബോൾ ഉണ്ട്? 10 balls ഉണ്ട്. അപ്പോൾ ഔട്ട് ഓഫ് 10 4 are white. So probability of getting white is 4/10, that is 2/5. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ, വേറെ ഒരു എക്സാമ്പിൾ. A bag contains 3 red and 7 green balls. ടെക്സ്റ്റ് ബുക്കിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. Another contains 8 red and 7 green. If a ball is drawn from the first bag, what is the probability of getting a red from it? Ali, what is the probability of that it is red? From the second bag, അത് തന്നെ ചോദിച്ചിട്ടുണ്ട്. സെക്കൻഡ് ബാഗിൽ നിന്ന് കിട്ടാൻ റെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? If the balls in both the bags put together, രണ്ട് ബാഗ്സിലെയും ബോൾസ് എടുത്ത് ഒറ്റ ബാഗിലാക്കി, what is the probability that it is red? ഇത്രയാണ് ക്വസ്റ്റ്യൻസ്. ക്ലിയർ ആയ പറഞ്ഞത്? 2 ബോക്സ് ഉണ്ട്. എ ബാഗ് കണ്ടെയ്ൻസ് 3 റെഡ് ആൻഡ് 7 ഗ്രീൻ. അതായത് ഒന്നാമത്തെ ബാഗിൽ 3 റെഡ് ഉണ്ട്, 7 ഗ്രീൻ ഉണ്ട്. രണ്ടാമത്തെ ബോക്സിൽ 8 റെഡ് ഉണ്ട്, 7 ഗ്രീൻ ഉണ്ട്. അങ്ങനെ 2 ബോക്സുകളിലായിട്ട് ബോളുകൾ നിറച്ചിരിക്കുകയാണ്. ആദ്യത്തെ കേസ്, ഇഫ് എ ബോൾ ഈസ് ഡ്രോൺ ഫ്രം ദി ഫസ്റ്റ് ബാഗ്, ഒന്നാമത്തേന്നൊരു ബോൾ എടുക്കുന്നു. ഒന്നാമത്തെ ആകെ എത്ര ബോൾ ഉണ്ട്? 7 3 10 ഉണ്ട്. അതിന് എത്ര റെഡ് ഉണ്ട്? 3 ഉണ്ട്. അപ്പോൾ വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി ദാറ്റ് റെഡ് ഫ്രം ദി ഫസ്റ്റ് ബാഗ്, ഫസ്റ്റ് ബാഗിൽ ആകെ 7 3 10, അതിന് 3 റെഡ്. അപ്പൊ 3, അതായത് നമ്പർ ഓഫ് റെഡ് ബോൾസ് ബൈ ടോട്ടൽ ബോൾസ്. ടോട്ടൽ ബോൾസ് 10 ആണ്. അപ്പൊ 3/10 ആണ് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് റെഡ് ഫ്രം ദി ഫസ്റ്റ്. ക്ലിയർ ആയ പറഞ്ഞത്? ഓക്കെ, വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് റെഡ് ഫ്രം ദി സെക്കൻഡ് ബാഗ്? സെക്കൻഡ് ബാഗിലാകുമ്പോഴോ 8 റെഡ് ഉണ്ട്, 7 ഗ്രീൻ ഉണ്ട്. അപ്പൊ 8 7 15 ബോൾസ് ഉണ്ട്. ടോട്ടൽ 15. ഔട്ട് ഓഫ് ദാറ്റ്
8 are red. അപ്പോൾ 8 out of 15. So probability of getting red from the second ball is 8 by 15. Second bag is 8 by 15. ക്ലിയർ ആയി പറഞ്ഞത്? രണ്ടാമത്തെ ബാഗിൽ നിന്ന് റെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി 8 by 15. ഒന്നാമത്തെ ബാഗിൽ നിന്ന് റെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി 3 by 10. ഓക്കെ, ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ രണ്ട് ബാഗിലെയും ബോൾസ് എടുത്ത് ഒന്നിച്ചാക്കുന്നു, ഒറ്റ ബോക്സിലാക്കുന്നു. ഒറ്റ ബോക്സിലാക്കുമ്പോൾ ഇതിൽ എത്ര വന്നു? 3 7 10, ഇതിലെ 8 7 15 15 10 25 എണ്ണം ഒരെണ്ണത്തിന് വന്നു. അപ്പോൾ 25 when the balls put together, total number of balls, അതായത് എല്ലാം കൂടി ഒറ്റ ബാഗിലിടുകയാണ്. അപ്പൊ ഇതിലുള്ള 10ഉം ഇതിലുള്ള 15ഉം കൂടി ഒന്നിച്ചൊരു ബാഗിലിട്ടു. അപ്പൊ ഒന്നിച്ചിടുമ്പോൾ എന്ത് സംഭവിക്കും? 15 10 25 ബോളാകും. അതിൽ എത്ര എണ്ണം റെഡ് ഉണ്ട്? ഇവിടെ 3 റെഡ് ഉണ്ട്, ഇവിടെ 8 റെഡ് ഉണ്ട്. അപ്പൊ 3 8 11 എണ്ണം റെഡ് ഉണ്ട്. അപ്പൊ ഇത് ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ ആകെ 25 ബോളാവും, അതിൽ 11 എണ്ണം റെഡ് ആവും. അപ്പൊ പ്രോബബിലിറ്റി ഗെറ്റിംഗ് റെഡ് ഫ്രം ദി ന്യൂ ബോക്സ് ഈസ് ഈക്വൽ ടു എത്ര വരും? 11 by 25. Probability of getting red from the box is 11 by 25. Clear ആയ പറഞ്ഞത്? Okay, വേറൊരു എക്സാമ്പിൾ. The third question. A bag contains 3 red and 7 green beads. Another contains 1 more of each. The probability of getting a red from which bag is greater? അതാണ് ക്വസ്റ്റ്യൻ. അതായത് ഒരു ബാഗ് അതിൽ 3 റെഡും 7 ഗ്രീനും ഉണ്ട്. മറ്റൊരു ബാഗ് അതിനേക്കാൾ ഓരോന്നും കൂടുതൽ വരും. അതായത് 3 റെഡ് എന്നുള്ള 4 റെഡ് ആവും, 7 ഗ്രീൻ എന്നുള്ള 8 ഗ്രീൻ ആവും. അങ്ങനെയാണെങ്കിൽ the probability of getting a red from which bag is greater? അപ്പൊ ഇതുപോലെ തന്നെ നോക്കാം. ആദ്യത്തെ ബാഗ് എടുക്കാം. 2 ബാഗാണ്. ഒന്നാമത്തെ ബാഗില് 3 റെഡ് 7 ഗ്രീൻ കളറുണ്ട്. രണ്ടാമത്തെ ബാഗിൽ വരുമ്പോഴോ ഇതിനേക്കാൾ ഓരോന്നും കൂടുതല. 3 എന്നുള്ള 4 ആവും, 7 എന്നുള്ള 8 ആവും. അപ്പോ 4 റെഡും 8 ഗ്രീനും ഉണ്ട്. ഇനി ഇത് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് റെഡ് ഫ്രം വിച്ച് ബാഗ് ഈസ് ഗ്രേറ്റർ എന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോ റെഡ് ഒന്നാമത്തെ ബാഗിൽ നിന്ന് കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാ? ആകെ എത്ര ഉണ്ട്? 7 3 10 ഉണ്ട്. അതിൽ എത്ര റെഡ് ഉണ്ട്? 3. അപ്പൊ 3 by 10 ആണ് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് റെഡ് ഫ്രം ദി ഫസ്റ്റ് ബാഗ്. അപ്പോ ഫസ്റ്റ് ബാഗ് എടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ 10 ബോൾസ് 10 ബീഡ്സ്, അതുപോലെ തന്നെ റെഡ് ബീഡ്സ് 3 ആണ്. അപ്പോ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് റെഡ് ഫ്രം ദി ഫസ്റ്റ് ബാഗ് ഈസ് 3 by 10. ഓക്കെ, സെക്കൻഡ് ബാഗ്. സെക്കൻഡ് ബാഗിൽ വരുമ്പോഴോ ആകെ 4 8 12 എണ്ണം ഉണ്ട്. അതിൽ റെഡ് 4 എണ്ണാണുള്ളത്. 4 റെഡ് ഉണ്ട്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് റെഡ് ഫ്രം ദി സെക്കൻഡ് ബാഗ് ഈസ് 4 by 12. ദാറ്റ് ഈസ് 4 by ടോട്ടൽ 8 + 4 12 ഉണ്ട്. അതിൽ 4 എണ്ണം. അപ്പൊ 4 by 12. 4 by 12 എന്ന് പറഞ്ഞാല് 3 1 by 3. ഇനി ചോദിച്ചിരിക്കുന്നത് എന്താ? വിച്ച് ഈസ് ഗ്രേറ്റർ എന്നാ. അപ്പൊ 1 by 3 ആണോ 3 by 10 ആണോ ഗ്രേറ്റർ എന്ന് നോക്കിയാൽ മതി. അപ്പൊ നമ്മൾ ആദ്യം ചെയ്ത മെത്തേഡ് അപ്ലൈ ചെയ്യാം. 3 by 10 4 by 12. 4 by 12 എന്നല്ല, 1 by 3 നിർത്താനും മതി കേട്ടോ. അപ്പൊ ഇവിടുന്ന് 12 into 3 36, 10 into 4 40. 40 അല്ലേ വലുത്. അപ്പോ സെക്കൻഡ് ഫ്രാക്ഷൻ ഈസ് ഗ്രേറ്റർ. Therefore 4 by 12 is greater. So probability of getting red from the second is greater. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പോ പ്രോബബിലിറ്റി എന്താണെന്നും അത് എങ്ങനെ കണ്ടെത്തും എന്നുള്ള കുറെ എക്സാമ്പിൾസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.